നന്ദി അജിനി ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1848 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് പുതിയൊരു അതിഥിയാണുള്ളത്. ഡോക്ടർ ജുമാന ഹസീൻ AG, BHMS ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ പാലക്കാട്. 8 വർഷത്തിലകം ചികിത്സാ പരിചയം. ദഹനാരോഗ്യവും മാനസികാരോഗ്യവും ഹോമിയോപ്പതിയുടെ സമീപനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജുമാന ഹസീനെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ, ഞാൻ ഹോസ്റ്റ് ആക്കുവാണ്. ജുമാന ഡോക്ടറെ കോഹോസ്റ്റ് ആക്കണമല്ലോ. അപ്പൊ എന്റെ വേറൊരു നമ്പറും കൂടെ കോഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? ഡോക്ടർ മറിയാമ്മ ഡോക്ടർ ആക്കുവോ? ഏത് നമ്പർ? ഇവിടെ വേറൊരു ഫോട്ടോ കാണുന്നുണ്ട് താഴെ. ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്ന ജുമാന കണ്ടോ? നോക്കട്ടെ. കണ്ടു. കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടർക്ക് ആരംഭിക്കാം. ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു മാം. സ്ക്രീന് വിസിബിൾ ആവുന്നുണ്ടോ? ഇല്ല, ഷെയർ ആയിട്ടില്ല. ഇപ്പൊ വിസിബിൾ ആയി തോന്നുന്നു. മാം ഇപ്പൊ വിസിബിൾ അല്ലേ? വിസിബിൾ ആണ്. അല്പം കൂടെ എൻലാർജ് ചെയ്യാൻ പറ്റുമോ? വിസിബിൾ ആണ്. മതി. ഓക്കെ. അത് അന്നേരം കറക്റ്റ് ആയിട്ട് അത് ബോക്സിൽ വരുന്നില്ല. ഇച്ചിരൂടെ ചെറുതാക്കിക്കോ. ഇപ്പൊ ഓക്കെ ആണോ മാം? കറക്റ്റ് ആയി. ഓക്കെ. സോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദഹനാരോഗ്യവും മാനസിക ആരോഗ്യവും അതിന്റെ രണ്ടും തമ്മിലുള്ള ലിങ്ക് എന്താണെന്നുള്ളതും അതിൽ ഹോമിയോപ്പതിക് അപ്രോച്ച്, ഹോമിയോപ്പതിയുടെ സമീപനം എന്താ എന്നുള്ളതിനെ കുറിച്ചാണ്. ദഹനാരോഗ്യവും മാനസികാരോഗ്യവും നമ്മൾ പൊതുവെ എന്തൊരു കാര്യങ്ങളിലും സ്ട്രെസ് ആയി കഴിയുമ്പോൾ നമ്മുടെ ആമാശയത്തിനെ അതേപോലെ തന്നെ വൻകുടലിനൊക്കെയാണ് അത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത്രയും അത് രണ്ടും തമ്മിൽ നല്ലൊരു ലിങ്ക് ഉണ്ട്. നമ്മൾ ഈ വൻകുടലിനെ ഒരു രണ്ടാമത്തെ തലച്ചോറ് അല്ലെങ്കിൽ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ എത്രയൊക്കെയാണോ പ്രവർത്തനം ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ട്, അതിന് സമാനമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ വൻകുടലിലും അതേപോലെ ആമാശയത്തിലൊക്കെ. എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിൽ മെയിൻ ആയിട്ടും നമ്മൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ബ്രെയിൻ വഴിയുള്ള സിഗ്നൽസ് നമ്മുടെ ആമാശയത്തിലേക്ക് അതേപോലെ വൻകുടലിലേക്കും എത്തുന്നത് പോലെ തന്നെ തനിയെ തന്നെ, അതായത് ഇപ്പൊ ഡൈജഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് വിഴുങ്ങാനായിട്ടോ അത് ഇറക്കാനായിട്ട് പെരിസ്റ്റാളിസിസ് മൂവ്മെന്റിനോ ഇതിനൊന്നിനും നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ഈ കുടല് ഒരിക്കലും ബ്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാണ്, ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിനെ മെയിൻ ആയിട്ട് സഹായിക്കുന്നത് ഒരു കേബിൾ വയർ പോലെ അതിനെ സഹായിക്കുന്നത് ഈ വേഗസ് നെർവ് ആണ്. നമ്മുടെ ക്രേനിയൽ നെർവിലെ 10th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഈ വേഗസ് നെർവ് ആണ് ഇത് രണ്ടും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ആമാശയം, വൻകുടല് ഇതും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, രണ്ടും തമ്മിലൊരു സമ്പർക്കം വരുന്നത് ഈ വേഗസ് നെർവ് വഴിയാണ് വരുന്നത്. അതിൽ തന്നെ എൻഡോക്രൈൻ പാത്വേ, അതായത് നമ്മുടെ ഹോർമോൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാത്വേസും ഉണ്ട്. അതേപോലെ പ്രതിരോധ ശേഷി,
പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ചില കെമിക്കൽസും നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണോ ഇപ്പൊ ഇതിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ബ്രെയിനിലെ ചില ന്യൂറോ കെമിക്കൽസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ വൻകുടലിൽ നിന്നും നല്ല ബാക്ടീരിയക്കൾ വഴി മൈക്രോബ്സ് ഒക്കെ വഴി സെറോട്ടോണിൻ, അങ്ങനെ ഹാപ്പി ഹോർമോൺസ്, കെമിക്കൽസ്, ഇങ്ങനെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെയും റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇതിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ഈ വൻകുടലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്ഷണം കഴിക്കുന്നു, അത് ദഹനം നടക്കുന്നുണ്ട്, അതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങള് അത് വലിച്ചെടുക്കാം. അതിപ്പോ പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ ന്യൂട്രിയൻസിന്റെ കൂടെ തന്നെ വൈറ്റമിനുകളും ഒക്കെ ആവശ്യമുള്ളത് വലിച്ചെടുത്ത് അതിന് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ കുടലില് പ്രശ്നമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ കൂടുതലും അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമ്മളിപ്പോ കൂടുതൽ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ വൻകുടലില് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും രണ്ടും തന്നെ അവൈലബിൾ ആണ്. ഇത് രണ്ടും ഒരു സന്തുലിതാവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വൻകുടലിലുള്ള ചീത്ത ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ പ്രതിരോധ ശേഷി എഫക്ട് ചെയ്യുന്നതും അലർജി പോലുള്ള അസുഖങ്ങള്, ഇനി അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്ന ചില അസുഖങ്ങള്, അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന പല പല അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് നമ്മൾ യൂഷ്വലി കുറെ കാലം ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടുള്ള ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് നമ്മൾ അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ പറയാൻ പറ്റില്ല ചീത്ത ബാക്ടീരിയനെ മാത്രം അതിനെ നശിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ മാത്രം നശിപ്പിച്ചാൽ മതി. അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ജനറലി അതെന്താ ചെയ്യുക, ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അതുള്ള ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ല ബാക്ടീരിയകൾ ഒരു മാസം ടൈം എടുക്കും നമ്മുടെ വൻകുടലിൽ അത് തിരിച്ചു വരാനായിട്ട്. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ പ്രതിരോധ ശേഷി വീക്കനിങ് ആവും. അതുകൊണ്ടാണ് കൂടുതൽ റെഗുലർ ആയിട്ട് ആന്റിബയോട്ടിക്സ് എടുത്തവർക്ക് ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസ്, അതിപ്പോ അലർജി പോലുള്ള ഇൻഫെക്ഷൻ ആയാലും അതല്ല മലബന്ധം, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത്, അതായത് ഈ ഒരു വൻകുടൽ എൻഡോക്രൈൻ സിസ്റ്റത്തിനെയും എഫക്റ്റഡ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഹോർമോൺസ് മെയിൻ ആയിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഈ സെറട്ടോണിൻ, ഡോപ്പമിൻ, ഹിസ്റ്റമിൻ, ഇങ്ങനത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഗാബ ഇതൊക്കെ റിലീസ് ചെയ്യുന്നത് ഈ നല്ല ബാക്ടീരിയസിൽ നിന്നുമാണ് നമുക്ക് അത് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹിസ്റ്റമിന്റെ കുറവ്, ഹിസ്റ്റമിന്റെ ഒരു ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ അത് എന്തിനെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ സെറട്ടോണിൻ, ഡോപ്പമിൻ ഒക്കെ നമ്മൾ ഹാപ്പി ഹോർമോൺസിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോ ഇതില് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് മൈൻഡ് ലെവലില് ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെ ഒരുപാട് അമിത ഉത്കണ്ഠ, ഇതിനൊക്കെ ഒരു കാരണമായിട്ട് വരുന്നത് ഈ സെറട്ടോണിന്റെ ഒരു കുറവ്. അപ്പൊ അതിന് മെയിൻ റീസൺ എന്താണ്, ഈ മൈക്രോബ്സ് നല്ല ബാക്ടീരിയകളുടെ കുറവ് വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ മൈൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പോ മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ഗട്ടിന് ആദ്യം സിഗ്നൽ കൊടുക്കും, അത് അവിടെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ചും നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നം, മലബന്ധം ഉണ്ട്, അതല്ല നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഈ കുടലില് വീക്കം സംഭവിക്കുന്ന അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിക്കോട്ടെ, ക്രോൺസ് ഡിസീസ് ആയിക്കോട്ടെ, ഇത് കാരണം ബുദ്ധിമുട്ടുന്നവർക്ക്, ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ മൈൻഡ് ലെവലും തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥയും എഫക്റ്റഡ് ആയിരിക്കും. അത് ഈ പ്രശ്നം കൊണ്ട് മാത്രമല്ല, ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ആ കെമിക്കൽസിന്റെ ഒരു ഇംബാലൻസ് ആണ് അതിന് കാരണമായിട്ട് വരുന്നത്. അതായത് ഈ ഡോപ്പമിനും അതേപോലെ സെറട്ടോണിന്റെ ഒക്കെ ഒരു ഇംബാലൻസ് ഇതാണ് കാരണമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ
ഒരു കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ ഇപ്പൊ വരുന്നത് ഒരു കോൺസ്റ്റിപ്പേഷൻ കേസ് ആണെങ്കിലും നമ്മൾ മൈൻഡ് മുതൽ ഹെഡ് ടു ഫുട്ട് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി പോവുക. അപ്പോൾ അതിന്റെ കോസ് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവും. കോൺസ്റ്റിപ്പേഷന് ചിലപ്പോൾ വൈറസ് സംബന്ധപ്പെട്ട പ്രശ്നം തന്നെ ആയിരിക്കണം എന്നില്ല. മൈൻഡ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അത് കാരണം അവരുടെ ഭക്ഷണ രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവാം. അത് ഈ ഒരു രീതിക്ക് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഗട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതേപോലെ അസിഡിറ്റി, അൾസർ, പുളിച്ചു തികട്ട, ഈ ഗ്യാസ്ട്രിക് അൾസറിനൊക്കെ മെയിൻ ഫാക്ടർ നമ്മൾ പറയുന്നത് സ്മോക്കിംഗ് പോലെ തന്നെ മെയിൻ ഫാക്ടർ ആയിട്ട് പറയുന്ന ഒന്നാണ് സ്ട്രെസ്, സ്പൈസി ഫുഡ്, ഭയങ്കര എരിവുള്ള സാധനങ്ങൾ കഴിച്ച, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഗ്യാസ്ട്രിക് അൾസർ, പെപ്റ്റിക് അൾസർ ഇതൊക്കെ വരാൻ ഒരു കാരണവും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം നമ്മൾ സ്ട്രെസ് കാരണം വരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ കോസ് ഇല്ല. അത് നമ്മുടെ പ്രതിരോധ ശേഷിനെ തന്നെ നമ്മുടെ ആമാശയം, വൻകുടലൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് അവരുടെ മലവിസർജനം ഒരേ മാതിരി ആയിരിക്കില്ല. ഒരു ടൈം ഇപ്പൊ മലബന്ധം ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും, പിന്നെ അത് വയറിളക്കം ആയിട്ടും ഡയറി ആയിട്ട് പോകും. അങ്ങനെ മാറി മാറി ഒരു ഓൾട്ടേർഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടാണ്, മാറി മാറിയുള്ള ഒരു ബിഹേവിയർ ആയിട്ടാണ് അവരുടെ ഇതിൽ കണ്ടുവരിക. അതിന് ഈ ഒരു നമ്മുടെ മൈൻഡ് ലെവലായിട്ടുള്ള ഇപ്പൊ സ്ട്രെസ് വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇപ്പോ ബാഡ് ന്യൂസ് കേൾക്കാം. ഇപ്പൊ നമ്മള് ജൽസീമിയത്തിലൊക്കെ നമ്മൾ യൂഷ്വലി കാണാറില്ലേ ബാഡ് എഫക്ട്സ് ഫ്രം ഹിയറിംഗ് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ബാഡ് ന്യൂസ് കേട്ടാൽ ചിലർക്ക് വയറ്റിന്ന് പോകണമെന്ന് തോന്നും. ആരെങ്കിലും മരിച്ച ന്യൂസ് എന്നല്ല, ഇനി എന്ത് ഷോക്കിംഗ് ആയിട്ടുള്ള ബാഡ് ന്യൂസ് കേട്ടാൽ വയറ്റിന്ന് പോകണമെന്ന് തോന്നും. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ എന്താ പറയുക, ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡിലോട്ട് പോകും. അതായത് നമ്മുടെ കോർട്ടിസോള്, സ്ട്രെസ് ഹോർമോണുകളാണ് ഇതൊക്കെ. കോർട്ടിസോള്, അഡ്രിനാലിൻ, ഇതിനൊക്കെ സെക്രീറ്റ് ചെയ്യിച്ച് നമ്മുടെ ബോഡി തയ്യാറാക്കുന്നത് ഇതിനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും കടക്കാൻ വേണ്ടി നമ്മുടെ ആമാശയത്തിലേക്കോ അതേപോലെ വൻകുടലിലേക്കുള്ള രക്തയോട്ടമൊക്കെ ഒന്ന് ഡീവിയേറ്റ് ആവും. അങ്ങനെ ഡീവിയേറ്റ് ആയി കഴിയുമ്പോൾ ദഹനത്തിന്റെ പ്രക്രിയയിൽ ഒരു വ്യത്യാസം വരും. പെട്ടെന്ന് തന്നെ എന്താ പറയാ, നമ്മുടെ പോഷകങ്ങളൊന്നും വലിച്ചെടുക്കാതെ തന്നെ കഴിച്ച ഭക്ഷണം അതേപോലെയോ അങ്ങനെ അവർക്ക് വയറിളകി പോവാനോ അങ്ങനെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഈ സ്ട്രെസ് ഉള്ളവർക്ക് ഇത് രണ്ടും കോലിങ്ക്ഡ് ആണ്. ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അതേപോലെ മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് അതിന്റെ ഒരു ലക്ഷണങ്ങൾ കൂട്ടും, അല്ലാതെ അതിന് മെയിൻ കാരണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അസിഡിറ്റി, അൾസർ, തീർച്ചയായിട്ടും അസിഡിറ്റിയും അൾസറും, പുളിച്ചു തേട്ടില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വരുന്ന രീതികൾ മാത്രമല്ല, മൈൻഡ് ലെവലിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ടും സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അത് ഉറക്കത്തിനെ എഫക്ട് ചെയ്യും. അങ്ങനെ ഉറക്കത്തിനെ എഫക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ ശേഷിയും അവിടെ ഒരു ഇംബാലൻസിൽ വരും. അത് ഇതുപോലെ അൾസർ, അസിഡിറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്തത് പൈൽസും മൈൻഡും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. കാരണം ഈ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നതിന് പ്രധാന കാരണം നമ്മുടെ മൈൻഡ് തന്നെയാണ്. അപ്പൊ അത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച ചില ശീലങ്ങളായിരിക്കാം. ഇപ്പൊ ചില പിള്ളേർക്ക് പുറത്തു പോയാൽ ഇപ്പൊ ടോയ്ലറ്റ് കംഫർട്ടബിൾ ആവില്ല, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരത് പിടിച്ചു വെക്കും. ഇതൊക്കെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അതാണ് പിന്നീട് ഇവർക്ക് പൈൽസ് ഇഷ്യൂസ് ആയിട്ട്, ഹെമറോയിഡ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഇൻഫ്ലമേറ്ററി ബവൽ രോഗങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്നത് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസുമാണ്. ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൻകുടലില് മൊത്തം വരുന്ന വീക്കമാണ്. അതേസമയം ക്രോൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ആ ദഹനനാളങ്ങളിൽ അവിടെ എവിടെയായിട്ട് പാച്ച് പോലെ അവിടെ എവിടെയായിട്ട് വീക്കം ഉണ്ടാവുന്ന ഒന്നാണ് ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ചെറുകുടലിന്റെ അവസാന ഭാഗത്ത്, അതേപോലെ വൻകുടലിന്റെ സ്റ്റാർട്ട് ആവുന്ന ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിനും മെയിൻ ആയിട്ടുള്ള കാരണം വരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ, അതായത് സ്വന്തം പ്രതിരോധ ശേഷിനെ അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അതാണ് റീസൺ ആയിട്ട് വരുന്നത്. എന്നാൽ ഇവരുടെ ഈ ലക്ഷണങ്ങളും മൈൻഡ് ലെവലിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അവർ ക്രോണിക് ആയിട്ട് ഒരുപാട് കാലമായിട്ട് ഡിപ്രഷനിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ
അതും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പിത്താശയക്കല്ല്, ഗോൾ സ്റ്റോൺസ്, ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും പിത്താശയക്കല്ലിന് ഇന്നിപ്പോ മൈൻഡിന് എന്താ ഇപ്പോ റിലേഷൻ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ദഹനത്തിന്റെ ആ ഒരു പ്രക്രിയ അത് സ്ലോ ഡൗൺ ആവും. കാരണം ഒരേ കാര്യങ്ങൾ ക്രോണിക് സ്ട്രെസ് കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഒക്കെ സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് ട്രാക്ക് മാറണം, നോർമലായിട്ട് നടക്കുന്ന പ്രോസസ്സ് മാറ്റിപ്പിടിക്കും. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ദഹനത്തിന്റെ ആ ഒരു പ്രക്രിയ ക്രമേണ അത് കുറയാൻ തുടങ്ങും. അങ്ങനെ കുറയുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ പിത്താശയത്തിലെ ആ ഒരു പിത്തം എന്ന് പറയുന്ന ബൈല് അങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങും, കൂടുതൽ നേരം കെട്ടിക്കിടക്കാൻ തുടങ്ങും. അത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലില് കൂട്ടും. അതായത് ഈ പിത്തരസത്തിലുള്ള കൊളസ്ട്രോൾ ലെവലിനെ കൂട്ടി അത് പിന്നീട് ഡെപ്പോസിറ്റ്സ് ആയിട്ടും അതേപോലെ തന്നെ ഗോൾ സ്റ്റോൺസിനും കാരണമായിട്ട് മാറുന്നുണ്ട്. മെയിൻ ആയിട്ട് ഡൈജഷൻ സ്ലോ ആവുന്നത് കൊണ്ട് പിത്തരസം കെട്ടിക്കിടക്കാണ് ചെയ്യുന്നത്. സ്ട്രെസ് കാരണം, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം കാരണം, അതാണ് ഈ ഗോൾ സ്റ്റോൺസിന് മെയിൻ ആയിട്ട് കാരണമായിട്ട് വരുന്നത്. മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഗട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ സ്ട്രെസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു. അതേപോലെ ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത്, ആങ്സൈറ്റി, അതും ചിലർക്ക് വയറിളക്കം ഉണ്ടാക്കും. പെട്ടെന്ന് വരുന്ന ഉത്കണ്ഠ, വിഷാദം തീർച്ചയായിട്ടും ഡിപ്രഷൻ, ഒരുപാട് കാലമായിട്ട് ഡിപ്രഷനിലുള്ളവര് അവരുടെ ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ആവും. അതും ഇതുപോലെ ഈ ചീത്ത ബാക്ടീരിയ നല്ല ബാക്ടീരിയ ഇതിന്റെയൊക്കെ ആ ഒരു സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുകയും അതിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന, ഇപ്പൊ അതില് പറഞ്ഞ പോലെ നല്ല മൈക്രോബ്സ് ആണ് ഈ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സെറട്ടോണിനും ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇംബാലൻസ് വരും. ഓട്ടോമാറ്റിക്കലി അത് അവരുടെ മൈൻഡിനെ പിന്നെയും എഫക്റ്റ് ചെയ്യും. സെർട്ടോ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് പകരം ഡിപ്രഷന് അവരുടെ ലൈഫ് സ്റ്റൈൽ, മെയിനായിട്ട് ഫുഡ് സ്റ്റൈൽ, ഭക്ഷണത്തിന്റെ രീതി ഒന്ന് മാറ്റിപ്പിടിക്കുകയാണെങ്കിൽ ആ ഡിപ്രഷൻ ഒരു ലെവൽ വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. ഇനി ഈ ഗട്ട് ഹെൽത്തില് മെയിൻ ആയിട്ട് നമ്മൾ വരുന്നത് ഈ പ്രീബയോട്ടിക് ഗട്ട് ബ്രെയിൻ ആക്സിസ്, അതായത് നമ്മുടെ വൻകുടലും അതേപോലെ തന്നെ തലച്ചോറും തമ്മിലുള്ള ഈ ഒരു കണക്ഷനില് മെയിൻ ആയിട്ട് വരുന്നതാണ് പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, സിംബയോട്ടിക് എന്ന് പറയുന്നത്. ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയത്തിനെ വളർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, പഴം, സവാള, വെളുത്തുള്ളി, ഇതൊക്കെ തന്നെ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളിനെ അവര് അതിനൊരു വളം പോലെ ഇട്ട് കൊടുക്കുന്നതാണ് ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. എന്നാൽ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ ജീവനുള്ള നല്ല ബാക്ടീരിയകളെ അങ്ങനെ കഴിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തൈര് പുളിച്ച ഭക്ഷണങ്ങൾ, ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ പ്രോബയോട്ടിക് ആണ്. ഇനി സിംബയോട്ടിക് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ, പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും രണ്ടും ചേർന്നതാണ് സിംബയോട്ടിക് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൈക്രോബ്സ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന ഇതിനെയാണ് പോസ്റ്റ് ബയോട്ടിക് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക്കില് മെയിൻ ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ നല്ല ബാക്ടീരിയക്ക് കൊടുക്കുന്ന വളമായിട്ട് വരുന്നതാണ് ഈ പഴം, അതേപോലെ ആസ്പരാഗസ് എന്ന് പറയുന്ന ശതാവരി, സോയാബീൻ, അതൊക്കെ. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ലൈവ് ആയിട്ടുള്ള ബാക്ടീരിയ, ജീവനുള്ള നല്ല ബാക്ടീരിയകളുള്ള പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇതില് ഒന്ന് വരുന്നതാണ് ഈ കെഫിർ എന്ന് പറയുന്നത്. കെഫിർ നമ്മൾ ഈ തൈര് പോലെ തന്നെ, എന്നാൽ അതിനേക്കാളും കൂടുതൽ വളരെയധികം ഗുണമുള്ള ഒന്നാണ് ഈ കെഫിർ എന്ന് പറയുന്നത്. കെഫിർ എന്ന് പറയുന്നത് ഈസ്റ്റിന്റെയും ചില നല്ല ബാക്ടീരിയകളുടെയും ഒരു കോമ്പിനേഷനാണ്. അത് രണ്ടും കൂടിയതാണ് ഈ കെഫിർ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ തൈര് പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണോ, അതേപോലെ ഇത് പാലില് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു എക്സ്ട്രാക്ട് എടുക്കുക.
തൈരിലുള്ളതിനേക്കാളും പ്രോബയോട്ടിക് കണ്ടന്റ് കെഫീറിലുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തൈര് പോലെയല്ല, ഇതിൽ കുറച്ചുകൂടെ ലൈവ് ആയിട്ടുള്ള ജീവനുള്ള ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി ഭയങ്കര കുറവായിട്ടുള്ളവര്, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസ്, മെയിനായിട്ട് എന്താ പറയുക, ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ തന്നെയാണ്. ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി കുറവുള്ളവർ ഇത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജീവനുള്ള ബാക്ടീരിയകൾ ആയതുകൊണ്ട് തന്നെ അത് വേറെ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ഒരു കെഫീർ എന്നുള്ളത് ഒഴിവാക്കേണ്ടത്. അതുപോലെ അച്ചാറിലും നമ്മൾ കഴിക്കുന്ന അച്ചാറിലും പ്രോബയോട്ടിക്സ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ മൈൻഡ് ബാലൻസ്ഡ് ആയിട്ട് നിർത്താൻ നമ്മൾ കഴിക്കേണ്ട, സ്ഥിരമായി കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ, അതായത് മഗ്നീഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. നിലക്കടല, പയറുവർഗ്ഗങ്ങള്, അതേപോലെ പഴങ്ങള്, പച്ചക്കറികളൊക്കെ നമ്മൾ പറയുന്ന പോലെ അത് കഴിക്കാം. അതിന്റെ കൂടെ തന്നെ പഴം നല്ലതാണ്, എസ്പെഷ്യലി നേന്ത്രപ്പഴം. അതിൻ്റെ ഉള്ളിലും അതൊക്കെ മഗ്നീഷ്യം കണ്ടന്റ് കൂടുതലാണ്, അതും വളരെയധികം സഹായകരമാണ്. അതുപോലെ നമ്മുടെ ഈ നല്ല ബാക്ടീരിയകള് ചില വൈറ്റമിൻസിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വൈറ്റമിൻ ബി പോലുള്ള ചില വൈറ്റമിൻസിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മൈൻഡ് ലെവല് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ വൈറ്റമിൻ ബി കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. എന്നിട്ടും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെന്റ്സിലോട്ട് പോവാം. വൈറ്റമിൻ B12 ഒക്കെ മൈൻഡുമായിട്ട് ഒരുപാട്, നമ്മുടെ മാനസിക ആരോഗ്യമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ചിലർക്ക് ഈ ലീക്കി ഗട്ട് എന്ന് പറയും, അതായത് നമ്മുടെ ഈ വൻകുടലില്, ചെറുകുടലിന്റെ ആ ഒരു ഭാഗത്തിലായിട്ട് അതിന്റെ ആ ഒരു ലെയർ നമ്മുടെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് വളരെ തിൻ ലെയർ ആണ്, എന്നാൽ അത് സെലക്റ്റീവ് ആയിരിക്കും. അതായത് ആവശ്യമുള്ളത് മാത്രം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. വേറെ ടോക്സിൻസ്, വിഷാംശമായിട്ടുള്ള ഒന്നും നമ്മുടെ രക്തത്തിൽ കലരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാരിയർ, ഒരു തടസ്സമായിട്ട് ഉള്ളതാണ് ആ ലൈനിങ് എന്ന് പറയുന്നത്, ഉൾവശത്ത് വരുന്ന ലൈനിങ്. എന്നാൽ ചിലർക്ക് ഇത് കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം. ഇപ്പൊ ഒരുപാട് കൂടുതൽ ആളുകളും ഫാസ്റ്റ് ഫുഡ് ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുന്നവരാണ്. അതേപോലെ തന്നെ പ്രോപ്പർ എക്സസൈസ് ഇല്ല. അപ്പൊ ഇതൊക്കെ തന്നെ അതിലുള്ള ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന വേരിയേഷൻ കാരണം ആ ലെയർ, ആ പാളി അങ്ങനെ അതില് ചെറിയ ഒരു വിളിച്ചകൾ പോലെ വന്ന് ലീക്കി ഗട്ട്, അതായത് പോഷകങ്ങൾ പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ വൈറ്റമിൻ B12 അതിന്റെ കുറവ് കണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വൈറ്റമിൻ B12 നമ്മൾ കൂടുതലും നോൺ വെജ് കഴിക്കുന്നവരിലാണ് കൂടുതലും നമുക്ക് അത് കിട്ടാം. നോൺ വെജ്, പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക്, അതായത് മാംസാഹാരം തീരെ കഴിക്കാത്തവർക്ക് വൈറ്റമിൻ B12 കുറവ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ ഒരു കുറവ് കാരണം നമുക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള, അതായത് ഒരു നംനെസ്, തരിപ്പ് പോലെ അനുഭവപ്പെടാം. ഇതെല്ലാം തന്നെ വൈറ്റമിൻ B12, ഒരു മന്തിപ്പ് പോലെ ഉണ്ടാവുക, ഇതെല്ലാം വൈറ്റമിൻ B12 കുറവ് കാരണം ഉണ്ടാവും. അതേപോലെ omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവൈസ് ചെയ്യാൻ, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി omega-3 ഫാറ്റി ആസിഡ് ടാബ്ലറ്റ്സ് തന്നെ കഴിക്കണമെന്നില്ല. അത് അധികം അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. മത്തി, അയില, ചൂര, അങ്ങനെ നല്ല കൊഴുപ്പ് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാത്തിനും സപ്ലിമെന്റ് വേണമെന്നില്ല. വൈറ്റമിൻ ഡി പോലുള്ളത് നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എടുക്കണം. കാരണം അതും ഗട്ട് ഹെൽത്തിനെ, അല്ലെങ്കിൽ ആമാശയത്തിന്റെ ആ ഒരു ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർക്ക് ഈ ലീക്കി ഗട്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവർക്കും പ്രോപ്പർ ആയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാതെ അതിൽ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാം. പഴങ്ങളും ധാന്യങ്ങള്, അതില് നമ്മൾ മുഴുധാന്യങ്ങൾ എടുക്കാം, അതേപോലെ ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും എടുക്കാം. കമ്പ്, അതേപോലെ ചോളം, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഫൈബർ റിച്ചും ആയിരിക്കും. അതേപോലെ തന്നെ ദഹനത്തിന് കുറച്ചുകൂടെ
ഇംപ്രൂവൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഒഴിവാക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള കഫീൻ കണ്ടന്റ് ആണ്. അത് കോഫി ആയാലും ടീയിലും ചെറിയ അളവില് കഫൈൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ചായയും ഒഴിവാക്കാനായിട്ട് പറയാം. മദ്യപാനം, സ്ട്രെസ് മദ്യപാനം ഒഴിവാക്കാനായിട്ട് പറയാം. ഇതില് ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവരില് അവരിപ്പോ പുകവലിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പുകവലി വിടുമ്പോഴായിരിക്കും ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന ആ വൻകുടലിൽ വരുന്ന വീക്കം കുറച്ചുകൂടി വഷളാവാനുള്ള സാധ്യത. ശരിക്കും ആ സ്മോക്കിംഗ് അവരെ ഒന്ന് കവർ ചെയ്തിട്ടാണ് നിർത്തുക. സ്മോക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതായി കണ്ടിട്ടുണ്ട് ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക്, അതായത് വൻകുടലിൽ വരുന്ന വീക്കം. ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം, 7 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം. അതേപോലെ പോസിറ്റീവ് ചിന്തകൾ. എന്താണോ നമ്മൾ കഴിക്കുന്നത് അതായിരിക്കും നമ്മൾ അതേ ലെവലിലായി മാറും. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിന് ഫീഡപ്പ് ചെയ്യുന്നത് അതേ പടിയായിരിക്കും നമ്മൾ ടേൺ അപ്പ് ആവേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ചിന്തകൾ പരമാവധി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പോസിറ്റീവ് ചിന്ത എല്ലായ്പ്പോഴും പോസിറ്റിവിറ്റി ചെയ്യുക. ജേർണലിസം ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് നമ്മൾ മൈൻഡ് ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട്. ഇന്ന് നടന്ന ചില പോസിറ്റീവ് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അത് ജേർണലിസം പോലെ നമ്മളത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് ദിവസവും വായിക്കുമ്പോൾ ഇത്രയും പോസിറ്റീവ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ പേഷ്യൻസ് ആണെങ്കിൽ കൂടുതൽ ഡിപ്രസ്ഡ് ആയിട്ട് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവും നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നത് മുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് തൊട്ട് അങ്ങനെ കുറെ അതൊക്കെ പോസിറ്റീവാണ്. അപ്പൊ അത് എഴുതി എഴുതി വരുമ്പോൾ അറ്റ് ലാസ്റ്റ് ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് അത് റീഡ് ചെയ്യുമ്പോൾ ഓക്കെ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഇതിൽ ഉണ്ട് എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റിവിറ്റി മാറിപ്പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നമ്മുടെ മൈൻഡ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മതിയായിട്ടുള്ള ഉറക്കം, പിന്നെ യോഗ, മെഡിറ്റേഷൻ, പ്രോപ്പർ എക്സസൈസ്. കാരണം ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സെഡൻഡറി ലൈഫ്, വെറുതെ ഇരിക്കുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ ഡോക്ടേഴ്സും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പേഷ്യൻസിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും കൂടുതലും നമ്മൾ പേഷ്യൻസിനോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അപ്പോ എക്സസൈസ് എന്നുള്ളത്, വ്യായാമം എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഗട്ട് അതേപോലെ മൈൻഡ് ഹെൽത്തിനെ, ഗട്ട് ബ്രെയിൻ ആക്സിസിനെ ഇംപ്രൂവൈസ് ചെയ്യാൻ ഈ എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൈൻഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു ഹാപ്പി മൂഡിൽ വരും. അപ്പൊ ഹാപ്പി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗട്ടിനെ അഫക്റ്റ് ചെയ്യുകയും അത് വൻകുടലിലെ ഡൈജഷൻ എല്ലാം പ്രോപ്പർ ആയിട്ട് വരും. ഉറക്കം, വ്യായാമം, ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ പോലെ വരുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ്, ഐ മീൻ കുടല് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങൾ വരുന്നവരാണെങ്കിലും ഉറക്കവും വ്യായാമവും ആദ്യം തന്നെ അതിന് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ്. ദിവസവും 45 മിനിറ്റ് അവരോട് എന്തായാലും വ്യായാമം ചെയ്യാനായിട്ട് പറയാം. വിയർക്കുന്ന ടൈപ്പിലുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ നല്ലത്. അറ്റ്ലീസ്റ്റ് അവരോട് ഒന്ന് 45 മിനിറ്റ് നേരം നടക്കാനെങ്കിലും പറയാം. ഇപ്പോൾ ഉള്ള ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് തന്നെയാണ് ഒരുപാട് അസുഖങ്ങൾ നമുക്കിപ്പോ ഗ്യാസ്ട്രോഎൻട്രോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് അസുഖങ്ങൾ വരുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഹോമിയോപ്പതിയുടെ സമീപനം. നമ്മൾ യൂഷ്വലി ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ്ട്രോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് മാത്രം നമ്മൾ എടുക്കില്ല. വയറ് സംബന്ധപ്പെട്ട അത് മാത്രമല്ല നമ്മൾ എടുക്കുക. നമ്മൾ ആദ്യം ഹെഡ് ടു ഫുട്ട് എല്ലാം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പുതുമയായിട്ടുള്ള കാര്യമല്ല. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഒക്കെ അവർ ഇന്ന് ഇപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്ത് ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗട്ടും ബ്രെയിനും തമ്മിൽ ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് ഇതിനുള്ള ലിങ്ക് നമ്മൾ തേടി തന്നെയാണ്, നമ്മളത് കൊറിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പേഷ്യൻസിന് നമ്മൾ മരുന്ന് സജസ്റ്റ് ചെയ്യുന്നതും എല്ലാം. ഹോമിയോപ്പതിക് മരുന്നുകൾ നമ്മൾ ഇതിൽ പറഞ്ഞ മരുന്നുകളല്ലാണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ ഗട്ട് ഹെൽത്ത് ആയിട്ട് വരുമ്പോൾ അതിപ്പോ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആയാലും അത് റിലേറ്റഡ് ആയിട്ട് അവരുടെ മൈൻഡ് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, അതിപ്പോ ഓഫീസിൽ നടന്ന എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ അത് കാരണം അവരുടെ ഉറക്കക്കുറവ്, അത് പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓരോ ടൈമിലും അതിനനുസരിച്ചുള്ള മെഡിസിൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് ഏറ്റവും ബെസ്റ്റ്. അമിതമായിട്ടുള്ള അസിഡിറ്റി, ദേഷ്യപ്രകൃതമുള്ള ആള് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സോമിക്ക കൊടുക്കാം. അതേപോലെ ഗ്യാസിന്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് കാർബോ വെജിറ്റബിൾസ് കൊടുക്കാം.
ഇത് ചിലർക്ക് എങ്ങനെയാ വെച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ എപ്പോഴും പുളിച്ചു തേട്ടലുണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രകൃതം ഉള്ളവർക്ക് കാർബോ വെജിറ്റബിൾസ് നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ അടിവയറ് കൂടുതലായിട്ടും അടിവയറിലെ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പോലെ തന്നെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അടിവയർ കൂടുതൽ വേദന അനുഭവപ്പെടാം. അങ്ങനെയുള്ളവർക്ക് ലൈക്കോപോഡിയം വളരെയധികം ഇഫക്റ്റീവ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ബയോകെമിക്കായിട്ട് നാട്രം ഫോസ് കൂടെ കൊടുക്കാറുണ്ട് ഈ നെഞ്ചരിച്ചില്. കാരണം ഈ നാട്രം ഫോസിൽ മെയിനായിട്ടും ലാക്റ്റിക് ആസിഡ് ഫോർമേഷനും അതിൻ്റെ അസിഡിറ്റി, അതുപോലെ പുളിച്ചു തികട്ടൽ, ഇതൊക്കെയാണല്ലോ മെയിൻ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ നാട്രം ഫോസും കൂടുതലായിട്ടും എഫക്റ്റീവ് ആണ്. ഇഗ്നീഷ്യ, കൂടുതൽ ഡിപ്രഷനിൽ ഇരിക്കുന്നവർക്ക് നമുക്ക് ഇഗ്നീഷ്യ സജസ്റ്റ് ചെയ്യാം, മൈൻഡ് റിലേറ്റഡ് ആയിട്ട്. അതേപോലെ അർജന്റം നൈട്രികം, എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ നമുക്ക് ചിലർക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, അതല്ലെങ്കിൽ ഒരു വെപ്രാളം, എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ ആയിരിക്കും അവർക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് അർജന്റം നൈട്രിക്കം കൂടുതലായിട്ടും എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ കാലിഫോസ് പൊതുവെ നെർവ് ബൂസ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. നെർവസ് വീക്ക്നെസ്, ഞരമ്പിലെ വരുന്ന വീക്ക്നെസ്, ഉറക്കക്കുറവ്, ക്ഷീണം, മൈൻഡ് ലെവലിലുള്ള ക്ഷീണത്തിന് കാലിഫോസ് ബയോകെമിക്കായിട്ട് 6X സജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇനി ഗട്ടും മൈൻഡും രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ചില മെഡിസിൻസ്, രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ളത് നാട്രമ്യൂർ. ഈ മൈഗ്രെയിന് വരുമ്പോൾ മോസ്റ്റ്ലി അതിനൊരു കോസ് വരികയാണെങ്കിൽ എന്തെങ്കിലും മൈൻഡ് റിലേറ്റഡ് ആയിട്ട്, മോസ്റ്റ്ലി ലേഡീസിന് വരികയാണെങ്കിൽ മൈഗ്രെയിൻ ഇഷ്യൂസ് വരുന്നവർക്ക് എന്തെങ്കിലും ഒരു കോസ് മെന്റൽ ലെവലിൽ കാണും. വെറുതെ തലവേദന എന്തായാലും വരില്ല. ഹിസ്റ്ററി എടുത്തു വരുമ്പോൾ എപ്പോഴാണ് തുടങ്ങിയത്, ജസ്റ്റ് ഇപ്പൊ അവർ അക്യൂട്ടായിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം അവരത് പറയലുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ പോയി ഞങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ ഓർക്കം ശരിയായില്ല, പെട്ടെന്ന് വന്നു പറയും. എപ്പോൾ തൊട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ ആ കോസ് കറക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മൈൻഡ് ഫാക്ടർ കാണും. അപ്പോൾ നാട്രമ്യൂർ കൂടുതലായിട്ടും എഫക്റ്റ് ആണ്. ഈ വിഷാദം കാരണം, ഒരുപാട് കാലം വിഷാദം കാരണം, മാനസിക സമ്മർദ്ദം കാരണമൊക്കെ തലവേദന, വിട്ടുമാറാത്ത തലവേദന വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാട്രമ്യൂർ കൊടുക്കാം. നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡഡ് ആണെങ്കിൽ നമ്മൾ സാങ്കുനേറിയ കൊടുക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് കണ്ണിലേക്ക് സെറ്റിൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സ്പൈജീല് കൊടുക്കും. അതൊക്കെ ഉണ്ട്. സ്റ്റിൽ അതിന്റെ മൈൻഡ് കോസ് വരുമ്പോൾ നമുക്ക് നാട്രമ്യൂർ കൊടുക്കുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ സെപ്പിയ, നമ്മൾ ദഹനം റിലേറ്റഡ് ആയിട്ട് ദഹനത്തിനുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ മാനസിക സമ്മർദ്ദം, എസ്പെഷ്യലി ആ ഒരു മെനോപോസോട് എത്തിയ ആ ഒരു ടൈമിൽ ഉള്ള ലേഡീസിന് നമുക്ക് സെപ്പിയ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. പൾസറ്റില്ല, നമ്മൾ ഭയങ്കര കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അധികം കഴിച്ചാലോ, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ നമുക്ക് പൾസറ്റില്ല സജസ്റ്റ് ചെയ്യാം. ജൽസീമിയം, നമ്മൾ ബാഡ് ന്യൂസ് കേട്ടാലുള്ള അഗ്രവേഷൻ, അത് കുറച്ച് പേർക്ക്, എല്ലാവർക്കും അതേപോലെ ലക്ഷണങ്ങൾ വരണമെന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ അറിവിലൊരു റിലേറ്റീവ്സിലും അതേപോലെ പേഷ്യൻസിലും ചിലർ അങ്ങനെ തന്നെ പറയാറുണ്ട്. കേൾക്കുമ്പോൾ ചിലപ്പോൾ അപ്പം കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പം അവർക്ക് അത് ടോയ്ലറ്റിൽ പോകണമെന്നോ, അല്ലെങ്കിൽ അവർ വയ്യാണ്ടാവും ഒരു ബാഡ് ന്യൂസ് കേട്ടപാട്. അപ്പോൾ അതിന് നമുക്ക് അതുകൊണ്ട് വരുന്ന സിംറ്റം ലക്ഷണങ്ങൾക്ക് നമുക്ക് ജൽസീമിയം വളരെയധികം എഫക്റ്റീവ് ആണ്. ഇനി ഗട്ട് രോഗങ്ങളും അതേപോലെ മാനസികാരോഗ്യം, ഇതിന് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ IBS ആയിട്ടുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് എപ്പോഴും ഒരു ഉത്കണ്ഠ അത് കൂടുതലായിരിക്കും. അതേപോലെ ക്രോണിക് ആയിട്ട് ഒരുപാട് കാലം ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവരുടെ ഡൈജഷൻ എന്തെങ്കിലും ഒരു രീതിക്ക് പ്രശ്നം ഉണ്ടാവും. ക്രോണിക് ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മലബന്ധം ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പൈൽസിന്റെ ബുദ്ധിമുട്ടാവാം. അപ്പോൾ എന്തായാലും അവർക്ക് ചില ദഹന പ്രശ്നങ്ങൾ, ഡൈജഷന് പ്രശ്നം ഉണ്ടാവും. അതിപ്പോ ഏമ്പക്കമായിട്ട് വരും, ചിലർക്ക് താഴെ അത് ഫ്ലാറ്റുലൻസ് ആയിട്ട് പോവാം, കീഴ്വായു ശല്യം കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെ ദഹന പ്രശ്നങ്ങൾ അവർക്ക് കൂടുതലും കണ്ടുവരും ഈ വിഷാദം അനുഭവപ്പെടുന്ന രോഗികൾക്ക്. മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെ ചികിത്സിക്കാതെ ഗട്ട് ഹെൽത്ത് ഒരിക്കലും മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മുടെ കുടലിന്റെയും വൻകുടലിന്റെ ഒക്കെ ഹെൽത്ത്, ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് മനസ്സിനെ തന്നെയാണ്.
നമ്മുടെ ചികിത്സയുടെ ഗുണങ്ങൾ നമുക്കറിയാം. നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ നമുക്ക് ഒരുപോലെ നമുക്ക് ഈക്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. മൈൻഡ് റിലേറ്റഡ് സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ച് ഫ്ലവർ റെമഡീസ് കൊടുക്കാം. അതാണ് കോസ് എന്നുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ല. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ലൈഫ് സ്റ്റൈലിലെ ചില മാറ്റങ്ങൾ, ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ അവരോട് എന്തായാലും പറഞ്ഞു കൊടുക്കാം. അത് ഉറക്കത്തിന്റെയും അതേപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് പരമാവധി. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഇത് മാത്രമല്ല, ബേക്കറി ഐറ്റം ആയിക്കോട്ടെ, മൈദ, ഇതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ തന്നെ ഗട്ട്, നമ്മുടെ വയറും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പൊ അത് അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കാം. ഭക്ഷണത്തിന്റെ ടൈമിങ്ങും, വിശക്കുന്ന ടൈമിൽ കറക്റ്റ് ടൈമിങ് വെച്ച് കഴിക്കാൻ പറയാം. രാത്രി കിടക്കുന്നതിന് ഇപ്പോൾ GERD പോലുള്ള കുളിച്ചുതേട്ടലുള്ളവർക്ക് ഭക്ഷണം അവരോട് നേരത്തെ തന്നെ, അതായത് കിടക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അവരെടുത്ത് പറഞ്ഞു കൊടുക്കാം. സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട്, മൈൻഡ് ലെവലിലെ സ്ട്രെസ് പരമാവധി കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ അവരുടെ ഹോബീസിൽ ഏർപ്പെടാം, അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുക, അത് അവരുടെ അടുത്ത് പരമാവധി ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. കാരണം ഒരു സ്ഥലത്തിൽ സെഡൻഡറി ആയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും അപകടകരം. മൈൻഡ് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് തോട്ട്സിനും എല്ലാത്തിനും കാരണമാവും. അപ്പൊ ഗട്ട് ബ്രെയിൻ ബാലൻസ് അത് നമ്മൾ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ക്വാളിറ്റി വൈസ്, ക്വാളിറ്റി നല്ല പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള, അതിപ്പോ അന്നജം മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ, ഫൈബർ എല്ലാം കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഡ്രിങ്ക്സ്, പുറത്തുനിന്ന് എടുക്കുന്ന ഡ്രിങ്ക്സ് പരമാവധി സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക. അതിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പഞ്ചസാരകൾ അടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ഒരു ഗട്ട് ബ്രെയിൻ ബാലൻസ് നിലനിർത്താനായിട്ട് മെഡിസിൻ കഴിക്കുന്നതിന് മുന്നേ അവരുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തി നോക്കാം. എന്നിട്ടും അവർക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിസിനിലോട്ട് നമുക്ക് പോവാം. സ്ട്രെസ് മാനേജ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ധ്യാനം, യോഗ, നമ്മുടെ ടൈം കറക്റ്റ്, സമയ നിയന്ത്രണം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം, ഹോബികൾ പിന്തുടരാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കാം. അതൊക്കെ സ്ട്രെസ് മാനേജ്മെന്റിനുള്ളതാണ്. കുട്ടികളിൽ കൂടുതലും വരുന്ന ഗട്ട് മൈൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ അവർക്ക് ഈ ഒരു പാനിക് ആവുക, അല്ലെങ്കിൽ ഭയം, ഉത്കണ്ഠ, വയറുവേദന, ഉറക്കക്കുറവ്, ഇതും ഇവര് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. ഇപ്പോ കുട്ടികൾ എന്താ വെച്ചാൽ 8th ഒരു അഡോളസെന്റ് ആ ഒരു പ്രായം വരണം എന്നില്ല, 13-14 വയസ്സാവണമെന്നില്ല ഡിപ്രഷനിലെത്താൻ. 6, 7, 8, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഒരു പ്രകൃതം കാണുന്നുണ്ട്. അവർ കഴിക്കുന്ന ഭക്ഷണം അതിനൊരു കാരണം തന്നെയാണ്. ഏജ്ഡ് പീപ്പിൾസിലെ, വയോധികരിലെ ഗട്ട് മൈൻഡ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടും അവരുടെ ദഹനം കുറയുക എന്നുള്ളതാണ്. അവരുടെ മെറ്റബോളിസം കുറഞ്ഞു വരും, അപ്പൊ ദഹനം കുറയാം. പിന്നെ അവർ ഒറ്റപ്പെടൽ കൊണ്ടിട്ടുള്ള കൂടുതൽ വിഷാദം, ഭക്ഷണത്തിനോടുള്ള താല്പര്യക്കുറവ്, ഇതൊക്കെയാണ്. സ്ത്രീകളിൽ വരുന്ന ഗട്ട് മൈൻഡ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഹോർമോൺ മാറ്റങ്ങൾ, ഹോർമോൺ ക്രേവിങ്സ്, അത് ചിലർക്ക് കൂടും ഈ ഹോർമോണിന്റെ ഇംബാലൻസ് വരുമ്പോൾ. അതേപോലെ വയറുവേദന, അസിഡിറ്റി, മാനസിക സംഘർഷം, ഇതെല്ലാം സ്ത്രീകളിൽ വരുന്ന ഗട്ട് മൈൻഡ് പ്രശ്നങ്ങളാണ്. പുരുഷന്മാരിൽ വരുന്നത് ജോലിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സമ്മർദ്ദം, അതേപോലെ അസിഡിറ്റി, അൾസർ. ലേഡീസിനേക്കാളും കൂടുതലും, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് ഈ അൾസറും അസിഡിറ്റിയും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയാക്കളെ നമുക്ക് നിലനിർത്താനായിട്ട്, അത് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട്, നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടിയാൽ പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ മെഡിസിൻ എടുക്കണ്ടല്ലോ. മെഡിസിൻ എടുക്കാതെ തന്നെ നമുക്കത് റിക്കവർ ചെയ്ത് പോകാവുന്ന ഒന്നാണ്. ഞാരധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫൈബർ റിച്ച് ഫുഡ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. omega-3 ഫാറ്റി ആസിഡ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക,
സ്ലൈഡ് ഒന്ന് ഇച്ചിരി സ്ലോ ആയിട്ട് പറയണേ സാർ ഡോക്ടറെ. ഈ സ്ലൈഡ് ഇച്ചിരി സ്ലോ ആയിട്ടൊന്ന് പറയണേ. സ്ലോ ആയിട്ട്. നമ്മുടെ വൻകുടലിലുള്ള നല്ല ബാക്ടീരിയാക്കള് അധികപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതിന് നാര് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഈ ഫൈബർ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കപ്പയൊക്കെ നല്ല ഫൈബർ റിച്ച് തന്നെയാണ്. അതേപോലെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ചോളം, ഇതൊക്കെ ഫൈബർ റിച്ച് ആണ്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയകൾക്ക് കൊടുക്കുന്ന വളം, അതാണ് ഈ പ്രീബയോട്ടിക്. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ള ബാക്ടീരിയകൾ, അത് ഈസ്റ്റ് പോലുള്ളത്, പിന്നെ തൈര്, പുളിച്ച ഭക്ഷണങ്ങൾ, പുളിച്ച ആയിട്ടുള്ള നമ്മൾ തൈര് അതൊക്കെ യൂസ് ചെയ്യലോ, അതിലാണ് ഈ പ്രോബയോട്ടിക് കണ്ടന്റുകൾ വളരെയധികം ഉള്ളത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള, കൊഴുപ്പടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ അനിമൽ പ്രോട്ടീനേക്കാൾ, അനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് മീറ്റും അതേപോലെ ചിക്കൻ, ഇതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ പ്ലാന്റ് പ്രോട്ടീൻസ് കുറച്ചുകൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സസ്യങ്ങളിൽ വരുന്ന പ്രോട്ടീൻസ്, അത് പയറ് വർഗ്ഗങ്ങളായിട്ടുള്ള എല്ലാ ഇതിലും, നിലക്കടല, പരിപ്പ്, ഇതിലൊക്കെ തന്നെ പ്രോട്ടീൻസ് അധികം അടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ് കൂടുതൽ അപകടകരം. നമ്മുടെ മൈൻഡ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ദിവസവും 45 മിനിറ്റെങ്കിലും വാക്കിംഗ് നടത്തം ഉറപ്പുവരുത്തുക. നല്ല ഉറക്കം, മൈൻഡ് റിലാക്സ്ഡ് ആവാം. ഇതൊക്കെയാണ് നമ്മൾ നല്ല നമ്മുടെ വൻകുടലിലൊക്കെ നല്ല ബാക്ടീരിയ പിടിച്ചു നിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, സ്ട്രെസ് ലെവൽ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പറയുന്നത്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാല്ല. സ്ട്രെസ് വരുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാൽ അതിനെങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതേപോലെ അമിതമായിട്ടുള്ള പഞ്ചസാര ഉപയോഗം. ഈ പഞ്ചസാര എന്ന് പറയുമ്പോൾ വൈറ്റ് ഷുഗർ മാത്രം, നോ ഷുഗർ ഡയറ്റ് നല്ല ഹെൽപ്ഫുൾ ആകുന്നുണ്ട് പല അസുഖങ്ങൾക്കും. അതില് ഷുഗർ ഒഴിവാക്കാന്ന് പറയുമ്പോൾ വൈറ്റ് ഷുഗർ മാത്രമല്ല, അതിനെ നമ്മള് ഷുഗർ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം, ബെല്ലം എല്ലാം ഷുഗർ ആയിട്ട് വരുന്നതാണ്. അപ്പം അവർ പ്രത്യേകിച്ച് വൈറ്റ് ഷുഗർ മാത്രം അവോയ്ഡ് ചെയ്യാൻ നോക്കും, അങ്ങനെയല്ല. അതേസമയം ഫ്രൂട്ട്സിലുള്ള, പഴങ്ങളിലുള്ള ഷുഗർ കണ്ടന്റ് ഓക്കെയാണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഇത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാ ജ്യൂസസിലും, അതായത് ഫ്രഷ് ജ്യൂസ് അല്ലാണ്ട് വേറെ കഴിക്കുന്ന പാക്ക്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും ഈ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ്, ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലിൽ നോ എന്ന് പറയാൻ തുടങ്ങും. അത്രയും അതിനെ കൊല്ലാനുള്ള ഒരു ഏർപ്പാടാണ് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ അത് പരമാവധി ഒഴിവാക്കാം. അനിമൽ ഫാറ്റ്സ്, ആൽക്കഹോള്, നിക്കോട്ടിന്റെ കണ്ടന്റ്, അതുപോലെ ഹൈലി പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോ നോൺ വെജ് ആണെങ്കിലും തന്നെ, ഇപ്പൊ അനിമൽ പ്രോട്ടീൻ, ഇപ്പോൾ നമ്മൾ ചിക്കനോ മട്ടനോ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ ചിലർ സോസേജ് ആയിട്ടും കൂടുതൽ കാലം പഴകിയത് നമ്മളത് എടുത്ത് വെച്ച് അത് പ്രോസസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ പാക്ക്ഡ് ഐറ്റം, ടിന്നഡ് ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇംബാലൻസ്ഡ് ഡയറ്റ്, പറഞ്ഞ പോലെ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 1/4 ഭാഗം മാത്രം നമ്മൾ, പിന്നെ യൂഷ്വലി അരിഭക്ഷണം കൂടുതൽ, നമുക്ക് കമ്പം കൂടുതലാണ്, അപ്പൊ നമ്മൾ അരിഭക്ഷണമായിരിക്കും അതിൽ കൂടുതലായിട്ട് എടുക്കുക. അരി കൂടുതലായിട്ടും ബാക്കി കറികളും അതുപോലെ നമ്മൾ ഉപ്പേരികളൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ചായിട്ട് കഴിയുക. എന്നാൽ നേരെ റിവേഴ്സ് ആണ് എടുക്കേണ്ടത്. ഒരു പ്ലേറ്റ് നമ്മളൊരു 4 വിഭജിക്കുകയാണെങ്കിൽ അതിൽ 1/4 ഭാഗം മാത്രം നമ്മൾ അന്നജം, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് എന്താണോ നമ്മൾ എടുക്കുന്നത് അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബാക്കി 1/4 ഭാഗം നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ കൂട്ടായിട്ട് കഴിക്കുന്നത് എന്തോ അതാണ് ബാക്കി 1/4 ഭാഗം എടുക്കേണ്ടത്. പിന്നെ പ്രോട്ടീൻ ആയിട്ട് അതിപ്പോ നമുക്ക് മുട്ട ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വൻപയർ, കടല, ചെറുപയർ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജ് ആണെങ്കിലും എടുക്കാം. അധികം ഫ്രൈ ചെയ്യാതെ കറികളായിട്ട് വെക്കുന്നതായിരിക്കും കൂടുതലായിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതും കൂടെ തന്നെ നമ്മൾ ഫൈബർ, നാരടങ്ങിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സും കൂടെ എടുക്കാവുന്നതാണ്.
അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് വേണ്ടത്. ഇംബാലൻസ്ഡ് ഡയറ്റ്, ഒരു ബാലൻസ് ഇല്ലാതെ ഡയറ്റ് എടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കാൻ അതൊരു കാരണമായി മാറും. നമ്മുടെ ആശയം വൻകുടൽ അത് ആരോഗ്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് തീർച്ചയായിട്ടും അതും ആരോഗ്യമായിരിക്കും. ഹെൽത്തി ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയകൾ ഇങ്ങനെ വളർന്നു വരും. ചീത്ത ബാക്ടീരിയകൾ അതിന്റെ ഗ്രോത്ത് കുറയും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മൈൻഡും അതിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിനെ ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള സെറട്ടോണിനും അതേപോലെ ഡോപ്പമിനും ഒക്കെ, ഹാപ്പി ഹോർമോൺ, റിവാർഡ് ഹോർമോൺ ആയിട്ടുള്ള അതൊക്കെ ആവശ്യത്തിന് സെക്രീറ്റ് ചെയ്യും. നമ്മുടെ മൈൻഡും ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ഇനി അതല്ല, നമ്മൾ പ്രോസസ്ഡ് ഫുഡ്, പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകളാണ് കൂടുതൽ കഴിക്കുന്നത്, ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചീത്ത ബാക്ടീരിയകളായിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. നല്ല ബാക്ടീരിയകൾ വൻകുടലിൽ നിന്ന് പോകാൻ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ നീർക്കെട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് പിന്നീട് ഡിപ്രഷനിലോട്ട് ഇതാക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പൊ മാറ്റം വരുത്തിയിട്ടും നമുക്ക് യാതൊരു ഇതൊരു ചേഞ്ചസും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഗട്ട് മൈൻഡ് ബാലൻസ് നമുക്ക് കൈവരിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. നമുക്കറിയാം സൈഡ് എഫക്ട്സും ഇല്ല. നമ്മൾ പൊതുവെ ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ സ്വീറ്റ്സ് കൊടുക്കരുത്, അതേപോലെ പാല് കൊടുക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവർ കഴിക്കുന്നത് ഈ മൈൻഡും തമ്മിൽ എന്താ അത്ര എഫക്ഷൻ എന്ന് നോക്കുമ്പോൾ അവരുടെ ബിഹേവിയർ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ കഴിക്കുന്നതും തമ്മിൽ നല്ല ലിങ്ക് ഉണ്ട്. കാരണം ഈ കഴിക്കുന്ന എന്താ പറയാ പാലില്ലേ, പാലില് കെസീൻ കണ്ടന്റ്, കെസീൻ എന്നുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ഇത് എക്സോർഫിൻസ് ആയിട്ട് മാറും. ഈ എക്സോർഫിൻസ് ആയിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുകയും ഇത് ഈ എക്സോർഫിൻസ്, കെസിൻ എക്സോർഫിൻസ് ആയിട്ട് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അതിനെ ദഹിപ്പിക്കാനായിട്ട് ഈ ഓട്ടിസ്റ്റിക് ഉള്ള കുട്ടികൾക്ക് അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ ഇഷ്യൂസ്, അതായത് ഇറിറ്റബിലിറ്റി, അവർക്ക് ദേഷ്യം വരിക, ഒരു മന്ദിപ്പ് വരിക, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ഈ സ്വീറ്റ്, പാല് ഇതൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പാലടങ്ങിയിട്ടുള്ള ഡയറി അങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നീർക്കെട്ട് വരാനും സാധ്യതയുണ്ട്. എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ വൻകുടലിന്റെ ആ ഒരു ലൈനിങ്ങിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. അത് പ്രതിരോധ ശേഷിനെ അഫക്ട് ചെയ്യും. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റിയും ലോ ആകും. അപ്പൊ അതുകൊണ്ടാണ് പൊതുവെ സ്വീറ്റ്സ്, പാല് ഇതൊക്കെ ഓട്ടിസ്റ്റിക് ഉള്ളവരില് ഒഴിവാക്കാനായിട്ട് പറയണത്. ഇപ്പൊ ഗുഡ് ബാക്ടീരിയയുടെ പണി എന്ന് പറയുന്നത് നമ്മളെ ദഹനം പ്രോപ്പർ ആക്കുക, അതേപോലെ നമ്മുടെ ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ, ബി വൈറ്റമിൻസ് പോലുള്ളത് ഉണ്ടാക്കുക, അതേപോലെ പ്രതിരോധ ശേഷി കൂട്ടുക. ഇതൊക്കെയാണ് നമ്മുടെ ഗുഡ് ബാക്ടീരിയയുടെ പണി. അതേപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പറഞ്ഞ സെറട്ടോണിൻ, മൂഡ്, നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒന്നാണ്, മൂഡിനെ ബാലൻസ് ആയിട്ട് ഒരു സന്തുലിതാവസ്ഥയിൽ നിർത്തുന്ന ഒന്നാണ് സെറട്ടോണിൻ. കാരണം ഡിപ്രഷൻ ഉള്ളവർക്ക് നമുക്കറിയാം സെർട്ടോ എന്ന് പറയുന്ന ടാബ്ലറ്റ് തന്നെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് ഒക്കെ ഏറ്റവും നല്ലത് ഈ ഗുഡ് ബാക്ടീരിയ. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ്. കാരണം നല്ല ബാക്ടീരിയകൾ അധികം ഉള്ള ആളുകളിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മെറ്റബോളിസം അത് കുറയാതെ പ്രോപ്പറായിട്ട് അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ വലിച്ച് പ്രോപ്പറായിട്ട് അത് നടക്കും. അങ്ങനെ ഡൈജഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയും. അപ്പൊ വെയിറ്റും അവർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, ബാഡ് ബാക്ടീരിയക്ക് ആണ് നമ്മുടെ വൻകുടലിൽ അധികം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അസുഖങ്ങൾക്ക് കാരണമാകും. കാരണം ഈ ബാഡ് ബാക്ടീരിയ നമ്മുടെ ന്യൂട്രിയൻസ്, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പോഷകങ്ങൾ വേണ്ടേ, ആ പോഷകങ്ങളൊക്കെ ഈ ബാഡ് ബാക്ടീരിയസ് വലിച്ചെടുക്കും. മാത്രമല്ല അത് പുറന്തള്ളപ്പെടുന്നത് ടോക്സിൻസ്, വിഷാംശങ്ങളായിരിക്കും പുറന്തള്ളപ്പെടുക. അത് ഈ ഗട്ടില്, ഈ വൻകുടലിലുള്ള ലൈനിങ്ങിനെ കൂടുതലായിട്ടും നീർക്കെട്ട് ഉണ്ടാക്കാനും അതുവഴി നമ്മുടെ രക്തത്തില് ടോക്സിൻസ്, വിഷാംശങ്ങൾ കലരാനും ഇത് കാരണമാകും. ഡിസ്ബയോസിസ് എന്ന് പറയും. നമ്മൾ ഈ നല്ല ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയയും തമ്മിലുള്ള ഈ ഒരു ഇംബാലൻസ് വരുന്നതിന് നമ്മൾ ഡിസ്ബയോസിസ് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ്. നന്ദി ഡോക്ടറെ. വളരെ നല്ല രീതിയിൽ ഡോക്ടറെ ഈ ക്ലാസ് അവതരിപ്പിച്ചു.
നമുക്ക് കൃത്യസമയത്ത് ഡോക്ടർ ക്ലാസ് തീരുകയും ചെയ്തു. ഈ ഡോക്ടറുടെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് 5 മിനിറ്റും കൂടിയാണ് ഉള്ളത്. സമയം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. സംശയം വരാൻ കാര്യമില്ല. അതുപോലെ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അഭിപ്രായം പറയാനാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യാൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡോക്ടറെ വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. ഞാനിപ്പോ ഹാൻഡ് റൈസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന ഒരു കേസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. എൻ്റെ അടുത്ത് ഒരു 2-3 മാസം മുമ്പ് ഒരു ലേഡി വന്നായിരുന്നു. 10-65 വയസ്സുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ, മക്കളുമായിട്ടൊക്കെ വേർപെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവര് ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു അവരുടെ പ്രോബ്ലം. പിന്നെ അവർ ടോയ്ലറ്റ് പോകുമ്പോൾ വളരെ സ്ട്രെയിൻ ചെയ്താണ്. എന്ന് വെച്ചാൽ 8-10 ദിവസത്തിലൊരിക്കലാണ് അവർക്ക് മോശം പൊയ്ക്കൊണ്ടിരുന്നത്. ടോയ്ലറ്റ് പോയി വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് ഹാർഡ് സ്റ്റൂളും പിന്നെ കുറെ ബ്ലഡും കൂടെയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവരെ ബൈസ്റ്റാൻഡർ വിളിച്ചിട്ട് അവരെ കഥയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ വളരെ ഈ നേരത്തെ പോലെ ബേക്കറി ഫുഡും പിന്നെ അച്ചാറുകളും ഒക്കെയാണ് അവർ ഫുഡിൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബേക്കറി ഫുഡ്, അച്ചാറ്, ബ്രെഡ് ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ പഴകി പൂപ്പടിച്ചാൽ ഇവർ തട്ടിക്കളഞ്ഞിട്ട് തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കോളിസിസ്റ്റിന്റെ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ ഒരു ഇതാണ് കണ്ടത്. അപ്പോൾ അത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കുറവ് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അതിന് ഞാൻ തൂജ ഹയർ പൊട്ടാസ്യം നാട്രം ഫോസും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ 1 മാസം കഴിഞ്ഞ് അവർ വന്ന് വരും. പിന്നെ ശരിക്കും തൈര്, നല്ല പുളിച്ച തൈര് ധാരാളം കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫൈബർ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അഡ്വൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അവർ അടുത്ത വിസിറ്റിന് വരും. അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും ഡ്രഗ് നമുക്ക് ചിന്തിക്കാനുണ്ടോ ഡോക്ടറെ? ഹാബിറ്റൽ കോൺസ്റ്റിപ്പേഷൻ ആണോ? അതെ. അത് 8-10 അവർക്ക് അപ്പൊ ദിവസത്തിലൊരിക്കലാണ് ബ്ലീഡിങ് അവർക്ക് അതൊക്കെ നിന്നോ? പോകുന്നതെന്നാ പറയുന്നത്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന്റെ കുറവാണ് കാണുന്നത്. ഹാലിട്രസ് ഫാരിനോസ ഈ ഹാബിറ്റൽ കോൺസ്റ്റിപ്പേഷനിൽ ലേഡീസിന് എസ്പെഷ്യലി ഇതുപോലുള്ള ഉള്ളതിന് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഹാലിട്രസ് ഫാരിനോസ ഏത് പൊട്ടൻസി, എങ്ങനെ ഡോസ് എങ്ങനെ? ഹാലിട്രസ് പൊട്ടൻസി 30 ആയിട്ടും കൊടുക്കാറുണ്ട്. ചില പേഷ്യൻസിന് ടിഞ്ചർ ആയിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഹാലിട്രസ് ഫാരിനോസ. അതെ, എത്ര ഡോസ് കൊടുക്കാം ഡെയിലി? ഡെയിലി വൺസ് കൊടുത്താൽ മതി. ഡോസ് ആയിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി അഥവാ നമ്മൾ ടിഞ്ചറാണ് കൊടുക്കുന്നുണ്ടെങ്കിലും 10 ഡ്രോപ്സ് ഓടി വൺസ് ഡെയിലി ആയിട്ട്. കണ്ടിന്യൂസ് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ആദ്യം ആ ഒരു കോൺസ്റ്റിപ്പേഷൻ അവർക്ക് റിലീവ് ചെയ്ത് കൊണ്ടുവരുക തന്നെ വേണം. അപ്പോ ഫൈബർ റിച്ച് ഇത് മാത്രം അവർ വാക്കിംഗ് ഇതൊക്കെ ചെയ്യാറുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ബേക്കറി ഫുഡ് ഒന്നും വീട്ടിൽ വാങ്ങരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാക് ഡീഫ്ലോറേറ്റും ഇങ്ങനത്തെ കോൺസ്റ്റിപ്പേഷൻ, അതായത് ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ കേസസിൽ ലാക് ഡീഫ്ലോറേറ്റും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എംപ്റ്റി സ്റ്റൊമക്ക് വൺസ് ഡെയിലി ലാക് ഡീഫ്ലോറേറ്റും 30 പൊട്ടൻസിയിൽ കൊടുക്കാറുണ്ട്. ലാക് ഡീഫ്ലോറേറ്റും അത് നല്ല റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട് കോൺസ്റ്റിപ്പേഷൻ. അതെ. കാരണം അവർക്ക് പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് കറക്റ്റ് ആവണമെന്ന് അവർ വിചാരിക്കുമല്ലോ. അപ്പൊ കുറച്ചൊരു ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇതിന്റെ അവരുടെ സിംറ്റം റിലീവ് ചെയ്യാനായിട്ട് നോക്കുന്ന ടൈമിൽ ഈ ലാക് ഡീഫ്ലോറേറ്റും നല്ല റിസൾട്ട് ആണ്. ലേഡീസിൽ വരുന്ന ഹാബിറ്റുവൽ കോൺസ്റ്റിപ്പേഷൻ ഹാലിട്രസ് ഫാരിനോസ എനിക്ക് ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 80% കേസിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. വളരെ താങ്ക്സ് ഡോക്ടറെ. ഇവിടെ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ
വരാത്തത്. ആ, ക്ഷമിക്കണം. സോയ ഡോക്ടർ അലൂമിന പറയുന്നുണ്ട്. അലൂമിന. ഒബ്സ്ട്രേറ്റ് കോൺസ്റ്റിലേഷൻ നക്സോഫിക്ക് ഹയർ പൊട്ടൻസി പറയുന്നുണ്ട് ചില കേസുകളിൽ. ഡോക്ടറെ ഒരു മെഡിസിൻ ഉണ്ട്, ലാക് ഡിഫ്ലോറേറ്റം 1. ലാക്ടിഫോറേറ്റ് പക്ഷെ വണ്ണമാണല്ലേ ഡോക്ടർ? വളരെ എഫക്റ്റീവ് ആണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നുണ്ട്. ഡോക്ടറെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അനിൽ ഡോക്ടർ അല്ലേ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡോക്ടറെ? അനിൽകുമാർ ഡോക്ടറെ ക്ലിയർ ആകുന്നില്ലേ? റേഞ്ചിന്റെ പ്രശ്നമാണ്. റേഞ്ച്. അതെ നെറ്റിന്റെ പ്രശ്നമാണ്. അതെ. വണ്ണം റിപ്പീറ്റ് ചെയ്യുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയറാ. ഓക്കെ. വണ്ണമാണ് വളരെ എഫക്റ്റീവ് ആണ്. ഡോക്ടറെ അത് റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യും. ഞാൻ സാറിന് ഡിവൈഡ് ഡോസ് രാത്രിയും രാവിലെയും കൊടുത്തിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ് ഒന്നുകൂടെ കൊടുക്കും. ഓക്കെ. വെരി താങ്ക്സ്. താങ്ക് യു. നന്ദി അനിൽകുമാർ ഡോക്ടറെ. ഇനി നമുക്ക് സമയക്കുറവ് വന്നിരിക്കുന്നു. 2 മിനിറ്റ് അധികമായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. അബ്ദുൽ സലാം സാറേ, ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഹരികുമാർ ജി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംശയം പെട്ടെന്ന് ചോദിക്കാം ഡോക്ടർ. ഹരികുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യും. ഡോക്ടർ പോയല്ലോ. ഡോക്ടർ ട്രിവാൻഡ്രത്തുള്ള ജി ഹരികുമാർ ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഔട്ടായോ ഡോക്ടർ? അപ്പൊ അറിയാതെ കൈ പുതിയതായിരിക്കും. ട്രിവാൻഡ്രത്ത് റേഞ്ച് കുറവാണല്ലോ, അതാണ്. അബ്ദുൽ സലാം സാറേ, സാറുണ്ടോ? ഉണ്ടായിരുന്നു ഇവിടെ. നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ പരിപാടി വളരെ വിജയകരമാക്കി. അതുപോലെ തന്നെ ഇതുവരെ എല്ലാവരും വളരെ സശ്രദ്ധം കേൾക്കുകയും അതുപോലെ തന്നെ വളരെ നല്ലൊരു ക്ലാസ്സാണ്. ഞാൻ കേട്ടിരുന്നു, ക്യാമറ ഓണാക്കില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ജുമാന ഡോക്ടർ, മറിയാമ്മ ഡോക്ടർ പറഞ്ഞവർ പുതിയ ഡോക്ടറല്ല, നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത ആളാണ്. പുതിയ ഡോക്ടർ എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. പുതിയ ഡോക്ടറല്ല, നമുക്ക് പഴയ ഡോക്ടർ മാത്രമല്ല, എപ്പോഴും പല ക്ലാസ് കണ്ടമാനം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പനെ ഓർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഇനി എടുക്കാനുള്ള ആളാണ്. ഏതായാലും വളരെ സന്തോഷം. ഇനിയും ക്ലാസ്സുകൾ തുടരുക. എല്ലാവർക്കും നന്ദി. പ്രത്യേകം ജുമാന ഡോക്ടർക്കും നന്ദി. അബ്ദുൽ സലാം സാറേ, വീണ്ടും സാറിന് ആദ്യം മുതലേ സാറ് വളരെ ശ്രദ്ധയോടെ ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി സാറിന് നന്ദി പറയാൻ എത്തിയതിൽ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വെബിനാർ വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. വീണ്ടും ഇതുപോലെ നല്ല പ്രയോജനമുള്ള ക്ലാസ്സുമായിട്ട് ജുമാന ഡോക്ടർ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാവരോടും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇനി നമുക്ക് 5 ദിവസം മാത്രമാണ് നമ്മുടെ 5th ആനിവേഴ്സറിക്ക് ആഘോഷ പരിപാടികൾ നടക്കുവാനുള്ളത്. ആരെങ്കിലും ഇനി ഇതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് സെപ്റ്റംബർ 28-ാം തീയതി താജ് ബന്ധയിൽ എത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ വെബിനാർ 1848-ാം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. അബ്ദുൽ സലാം സാറ് വിദേശത്താണെങ്കിലും നമ്മളെ വളരെയധികം വാച്ച് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത് വളരെ സന്തോഷം. എല്ലാം IFEHന്റെ എല്ലാമാണ് അല്ലേ? അതെ. താങ്ക്സ്. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു.